അങ്ങനെ തേക്കടിയിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിൽ കാടിനുള്ളിലേക്ക് ഒരു ബസ് സഫാരി ആരംഭിക്കുകയുണ്ടായി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ന്യൂ ഇയർ ആയിട്ട് ഇന്നിപ്പോൾ കുമളിയിലാണുള്ളത്. കുമളിയിലൊരു പുതിയ പ്രോഗ്രാമായിട്ട് വന്നതാണ്. തേക്കടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇന്നൊരു ബസ് സഫാരി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് 2024 ജനുവരി 1 ഒരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇവിടുന്ന് രാവിലെ 6:30 ആരംഭിച്ച് ഉച്ചയോടുകൂടി തീരുന്നതിലാണ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം വഴിയെ പറയാം. എന്നാലും നമ്മളിപ്പോൾ കുമളിയിൽ തേക്കടിയിൽ ആദ്യമായിട്ടാണ് ബസ് സഫാരി നമുക്ക് ആരംഭിക്കുന്നത്. കാടിനുള്ളിലേക്ക് പോയി വന്യമൃഗങ്ങളെ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ബസ്. അങ്ങനെ തേക്കടിയിലെ ഈ പുതിയ പ്രോഗ്രാമിലും ആദ്യത്തെ ഗസ്റ്റായിട്ട് ഇവരെ വരുവാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം പെരിയാർ ടൈഗർ റിസർവിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ബസ് സഫാരി ഇവിടുന്ന് തേക്കടിയിൽ നിന്ന് ആരംഭിക്കുന്നത്. അങ്ങനെ ആ പ്രോഗ്രാമിലും പങ്കെടുക്കുക. എന്താണെങ്കിലും ഇതിന്റെ കാഴ്ചകളും റേറ്റുകളും എന്തൊക്കെയാണ് പാർക്കിങ്ങിലെന്നുള്ള നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇവിടെ കുമളി പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് ഇവിടുന്ന് ബസ് സഫാരി ആരംഭിക്കുന്നത്. നമ്മുടെ തേക്കടിക്ക് പോകുന്ന ബോട്ടിങ് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുള്ള പാർക്കിംഗ് ഇല്ലേ, അവിടെയാണ് ഇപ്പോൾ ഇവിടുന്ന് ആരംഭിച്ചാണ് ബസ് സഫാരി ആരംഭിക്കുന്നത്. ഈ ബസ് സഫാരിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തേക്കടിയിൽ എങ്ങോട്ടായിരിക്കും ബസ് സഫാരി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. തേക്കടിയിൽ നിന്ന് ആരംഭിച്ച് ഗവിയിൽ അവസാനിക്കുന്ന ഒരു കിടിലൻ പാക്കേജുമായിട്ടാണ് തേക്കടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഈ പ്രോഗ്രാമായി വന്നിരിക്കുന്നത്. ഇത് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് അല്പം ഡിലേ കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രാമിനുണ്ട്. ഈ പ്രോഗ്രാമിലെല്ലാം മാറ്റങ്ങൾ വീണ്ടും സംഭവിക്കാം, സമയങ്ങൾ മാറ്റം സംഭവിക്കാം. ഇന്നെന്തായാലും 6:30 കൂടിയാണ് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിക്കുന്നത്. ഏകദേശം 7:10 കൂടി നമ്മൾ വള്ളക്കടവിലുള്ള പെരിയാർ ടൈഗർ റിസർവിൻ്റെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നിന്നും ഗവിയിലേക്കാണ് നമ്മുടെ യാത്ര. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഞങ്ങൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിരാവിലെ തന്നെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സഫാരിയുടെ ഗുണം. അതുപോലെ തന്നെ തേക്കടിയിൽ വന്നാൽ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ബോട്ടിംഗ് ആയിരുന്നു. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിൽ സ്റ്റേകളും ട്രക്കിംഗ് പ്രോഗ്രാമുകളാണ് പിന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് സ്റ്റേകളും ട്രക്കിംഗ് പ്രോഗ്രാമുകളും എടുക്കാൻ താല്പര്യമില്ലാത്തവർ, അതായത് കാടിനുള്ളിലേക്ക് നടന്നു പോകാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു പുതിയ പ്രോഗ്രാമാണ് ഈ സഫാരി. അതായത് നമുക്ക് ബോട്ടിലായിരുന്നു, നമുക്കിവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു മറ്റ് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തേക്കടിയിൽ നിന്ന് തന്നെ ആരംഭിച്ച് ഗവിയിൽ നിന്നും വീണ്ടും തേക്കടിയിൽ വന്ന് അവസാനിക്കുന്ന രീതിയിലൊരു പാക്കേജ് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ബോട്ടിംഗ് എടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് തേക്കടിയിൽ വന്നാൽ ബസ് സഫാരിയും കൂടി എടുത്ത് നമുക്ക് ഇവിടുത്തെ ഗവിയിലെ കാഴ്ചകളും കണ്ടു മടങ്ങാവുന്നതാണ്. അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തോടു കൂടി നമുക്ക് തേക്കടിയിൽ വന്നാൽ ഗവിയും കണ്ടു മടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബോട്ടിൽ പോയി വന്യമൃഗങ്ങളെ കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പാക്കേജ് കൂടി എടുത്താൽ ഗവിയിലേക്ക് വന്ന് ഇവിടുത്തെ സഫാരി ആസ്വദിക്കുവാനും വന്യമൃഗങ്ങളെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കും. (2024) ജനുവരി 1 കൂടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ തവണ ഗസ്റ്റായി നമുക്കിവിടെ വരുവാൻ സാധിച്ചു. ആദ്യ ദിവസമായതുകൊണ്ട് ഈ പ്രോഗ്രാമിന് ചില ഡിലേകൾ സംഭവിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അല്പം സമയമെടുത്തു. എന്നിരുന്നാലും ഈ പ്രോഗ്രാം വരും ദിവസങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. സമയത്തിലും എല്ലാം വ്യത്യസ്തം വരുത്തി കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും നേരത്തെ തന്നെ ആക്കാനുള്ള പദ്ധതികളെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കുന്നുണ്ട്. പദ്ധതികളിലെല്ലാം പ്രോഗ്രാമിലെല്ലാം വ്യത്യാസം നന്നായിട്ട് വരും. അതിരാവിലെ തന്നെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് 7:10 കൂടിയാണ് ചെക്ക് പോസ്റ്റ് കയറിയതെങ്കിൽ ഒരു 6 മണിയോടുകൂടി ചെക്ക് പോസ്റ്റ് കയറാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു മലയണ്ണാൻ്റെ കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ സഫാരി നമ്മൾ ആരംഭിക്കുന്നത്. ഒരു ഇലവിൻ്റെ മുകളിലിരിക്കുന്ന മലയണ്ണാൻ, നിറയെ പൂക്കളുള്ളൊരു ഇലവാണ്, നല്ല രസമുള്ളൊരു ഇലവാണ്. അതിൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ പൂവ് കടിച്ചു പറിക്കുന്ന ഒരു അണ്ണാൻ്റെ കാഴ്ചകൾ കൂടിയാണ് ഇന്നത്തെ സഫാരി നമ്മൾ ആരംഭിക്കുന്നത്. ഈ പാക്കേജിൻ്റെ കൂടെ മാക്സിമം കാഴ്ചകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്താൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം ആയിരിക്കില്ല വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രോഗ്രാമിലെല്ലാം നല്ലപോലെ മാറ്റങ്ങളുണ്ടാകും.
നമുക്ക് വർത്തായ രീതിയിലുള്ള പ്രോഗ്രാമായിരിക്കും. ഇന്ന് ഇതൊരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ്. നമ്മുടെ ട്രയൽ എന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കരുതാം. ജസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള പ്രോഗ്രാമിലെല്ലാം നല്ലപോലെ മാറ്റം വരുത്തി ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഗവിയിലേക്ക് ചെന്ന് അവിടെ ഒരു ട്രക്കിങ്ങൊക്കെ രീതിയിലൊക്കെയാണ് സഫാരികൾ നടത്തി എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണേലും വരും ദിവസങ്ങളിൽ അതിൻ്റെ ശരിയായ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. പോകുന്ന വഴിയിൽ 1-2 വ്യൂ പോയിന്റുകളിലെല്ലാം നമ്മുടെ സഫാരി വണ്ടികൾ നിർത്തുന്നതാണ്. അവിടെ നിർത്തിയപ്പോൾ കിട്ടിയ ഒരു ഹിൽ മൈനയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുക്കുരുമി നിൽക്കുന്ന അവയുടെ കാഴ്ചകൾ സുന്ദരമായിരുന്നു. അതിരാവിലെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പകർത്തുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ മൈനയുടെ കാഴ്ചകൾ അതിസുന്ദരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരു തത്തമ്മയുടെ കാഴ്ചകളും ഒക്കെ സുന്ദരമായിരുന്നു. ഈ പോയിന്റിൽ നിന്നാൽ ബേർഡ് വാച്ചിങ്ങിന് നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ. കാരണം ഒരുപാട് പക്ഷികൾ ചിലയ്ക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ബേർഡ് വാച്ചിങ്ങിനൊക്കെ താല്പര്യമുള്ളവരൊക്കെ സംബന്ധിച്ച് ഇവിടെ നല്ലൊരു പോയിൻ്റാണ്. അതിരാവിലെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ബേഡ്സിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ ക്യാമറയിൽ കിട്ടിയ 1-2 ബേഡ്സിൻ്റെ ഇത് പകർത്തി, കുറേ എണ്ണത്തിൻ്റെ പകർത്താൻ നമുക്ക് സാധിച്ചില്ല. തേക്കടിയിൽ നിന്ന് ആരംഭിച്ച സഫാരി ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഗവിയിലേക്കാണ്. കാരണം തേക്കടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുതുതായി ആരംഭിച്ച ബസ് സഫാരിയാണ്. തേക്കടിയിലുള്ള കുമളിയിലുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച് ഗവിയാർ ഡാം വരെയുള്ള ഒരു സഫാരിയാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനി റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ഈ യാത്രയിലേക്കുള്ള ഇത് ആദ്യത്തെ ട്രയൽ ഫസ്റ്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതൊരു ഫുൾ വിഷനൊന്നും അല്ലെങ്കിൽ വിഷ്വൽസൊന്നും ഇതിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇനിയും ഇതിൻ്റെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സമയം കാര്യങ്ങളും എല്ലാം ഫുഡ് ഉൾപ്പെടെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഉള്ളൊരു പാക്കേജാണ്. 1000 രൂപയാണ് ഇതിന് ചാർജ് ഇപ്പോൾ ഈടാക്കിയിരിക്കുന്നത്. ഏകദേശം ഇന്ന് 6:30 കൂടി കുമളിയിൽ നിന്ന് ആരംഭിച്ചത് നമ്മൾ ഗവിയിൽ തിരിച്ചു വരുമ്പോൾ 12 മണിയോടെ എത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കും പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. പക്ഷേ ഇതിനി റീഅറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ 6:30 കൂടിയാണ് ഇനി റീഅറേഞ്ച് ചെയ്ത് ഇതിൻ്റെ പ്രോഗ്രാം വീണ്ടും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗവിയിൽ വരുന്നവർക്ക് തേക്കടിയിൽ ബോട്ടിംഗ് എടുക്കുന്നതോടൊപ്പം തന്നെ ഒരു സഫാരിയും കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുതുതായി തുടങ്ങിയിരിക്കുകയാണ്. ജനുവരി 1-ാം തീയതി 2024 ജനുവരി 1-ാം തീയതിയാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്നിപ്പോൾ കൂടെ ഇന്ന് വന്നത്. ഈ പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം തേക്കടിയിൽ വരുന്നവർക്ക് തേക്കടിയിൽ വന്ന് ബോട്ടിംഗ് ആണ് നമ്മളിപ്പോൾ കൂടുതലായി ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേ പ്രോഗ്രാം, ട്രക്കിംഗ് പ്രോഗ്രാമുകളും. അതുപോലെ അവിടെ കുമളിയിൽ തേക്കടിയിൽ വന്ന് താമസിക്കുന്നവർക്ക് ഒരു സഫാരി കൂടിയാണ്, ബസ് സഫാരി കൂടി. അത് ഗവിയിൽ വന്ന് തിരിച്ച് കുമളിയിൽ അവിടെ കൊണ്ടുപോയി വിടുന്ന രീതിയിലുള്ള പാർക്കിങ്ങിൽ കൊണ്ടുപോയി വിടുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഉണ്ട്, ചായ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡാണ്. 1000 രൂപയാണ് ഞാൻ പറഞ്ഞതുപോലെ.
ഇതിൻ്റെ ഈ വീഡിയോയിലുള്ള വിഷ്വൽസ് അത്ര നിങ്ങൾ നോക്കണ്ട, കാരണം ഇതൊരു പ്രോഗ്രാം തുടങ്ങിയ സമയമായതുകൊണ്ട് ചെറിയൊരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ പോകുന്നതുമൊക്കെ അല്പം ഡിലേ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം റീഅറേഞ്ച് ചെയ്ത് വെൽ സെറ്റിൽഡായിട്ട് രാവിലെ തന്നെ ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടാൻ പാകത്തിലുള്ള രീതിയിലായിരിക്കും ഇങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അങ്ങനെ പെരിയാറിലെ സഫാരി കൂടി ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് തേക്കടിയിൽ വരുമ്പോൾ ബോട്ടിംഗ് ഉൾപ്പെടെ മാത്രമല്ല ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വന്ന് താമസിച്ചാൽ ഈ വെക്കേഷൻ ടൈമുകളിലുള്ള സഫാരികളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി തേക്കടിയിലെ ഇൻഫർമേഷൻ സെൻറ്ററിലെ കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി. അതിൻ്റെ ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുത്തേക്കാം. അതുവഴി ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാം. എക്കോ ടൂറിസത്തിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ വഴിയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. നമ്പർ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി പറയുകയാണ്, ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ വിളിച്ച് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യുക. നിലവിൽ ഈ പ്രോഗ്രാം ഓൺലൈനിൽ അവൈലബിൾ അല്ല. സഫാരി ഈ പറയുന്ന നമ്പറിൽ തന്നെയാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനിലേക്കൊക്കെ ആവുന്നുള്ളൂ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇനി ഓൺലൈനിലേക്കൊക്കെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബുക്ക് ചെയ്യാനുള്ള ഏക ഓപ്ഷൻ ഈ നമ്പറാണ്. ഞങ്ങൾക്ക് ആനിമൽസിൻ്റെ സൈറ്റിങ്ങൊക്കെ വളരെ കുറവായിരുന്നു. ഒരു കരിങ്കുരങ്ങിൻ്റെയും അതുപോലെ തന്നെ മ്ലാവിൻ്റെയും ഇങ്ങനെ കുറച്ച് കാട്ടുപോത്തിൻ്റെയും കുറച്ച് വിഷ്വൽസ് മാത്രമാണ് നമുക്ക് ലഭിച്ചത്. ഞങ്ങൾ കയറിയ താമസിച്ചാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതെല്ലാം റീഅറേഞ്ച് ചെയ്ത് രാവിലെ തന്നെ ആനിമൽസിൻ്റെ സൈറ്റിംഗ് കിട്ടാൻ പാകത്തിന് തന്നെ ഉള്ള രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതാണ്. എങ്കിലും ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ്. മിസ് ചെയ്യാതെ തന്നെ തേക്കടിയിൽ വരുന്നവർ, കുമളിയിൽ വരുന്നവർ ഈ പാക്കേജ് എടുത്തുകൊണ്ടാണ് ബോട്ടിങ്ങോടൊപ്പം തന്നെ ഈ പാക്കേജ് നമുക്ക് ചെയ്യാവുന്നതാണ്.